ടാരോ ഫീൽഡിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളുടെ ലവ് റീഡിങ്ങിലേക്ക് പോവാം. ഏഞ്ചൽ ഗൈഡൻസ് ഞാൻ ഇട്ടു രാവിലെ. ഇത് കാർഡ് തരുന്ന മെസ്സേജാണ് തരാൻ പോകുന്നത്. ലവ് റീഡിങ് തന്നെയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറെ കുറിച്ച് എന്താണോ അറിയേണ്ടത് അതിന് വേണ്ടിയിട്ട് റീഡിങ് കാണുക. ദേഷ്യമൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി വയ്ക്കുക. സന്തോഷത്തോടുകൂടി സ്നേഹത്തോടുകൂടി മാത്രം ഇത് കാണാൻ ശ്രമിക്കുക. സത്യസന്ധമായ പ്രണയമായിരിക്കണം. അപ്പോൾ ബന്ധം ഏതുമാവാം. സിംഗിൾ, കപ്പിൾ, എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഏത് വേണമെങ്കിലും ആവാം. നിങ്ങൾക്ക് പ്രണയമുണ്ടോ? അത് സത്യമായ പ്രണയമാണോ? എന്തിനെങ്കിലും വേണ്ടിയിട്ടുള്ള പ്രണയമായിരിക്കരുത്. മിസ്യൂസ് ചെയ്യാനുള്ള പ്രണയമാണെങ്കിൽ കണ്ടിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് മനസ്സിൽ അവരോടുള്ള സ്നേഹം ഈശ്വര തുല്യമായതാണെങ്കിൽ നിങ്ങൾക്കിത് കാണാം. അതാ പറയുന്നത്. അല്ലാതെ എന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിന് വേണ്ടി, ഫിസിക്കലാവാം, അല്ലെങ്കിൽ പണത്തിന് വേണ്ടിയാവാം, ടൈം പാസിന് വേണ്ടിയാവാം, എന്തിനു വേണ്ടി പ്രണയിക്കുമല്ലോ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഈ യൂണിവേഴ്സൽ മെസ്സേജ് കാണരുത്. അതാണ് പറയുന്നത്. അല്ല, നിങ്ങളുടെ ഹൃദയത്തിലുള്ളതാണ് സ്നേഹം, സത്യസന്ധമാണെങ്കിൽ ഇത് കാണാം. അതാണ് പറയുന്നത്. ഇനി പറയാനുള്ളത്, ഇവിടെ ജെൻഡർ പ്രശ്നമില്ല, ഏജ് പ്രശ്നമില്ല, റിലീജിയൻ പ്രശ്നമില്ല, ഒരു പ്രശ്നവുമില്ല. പ്രണയം മാത്രമാണ് പ്രശ്നം. അത് സത്യമുള്ളതാവണം. ഇനി എൻ്റെ ചാനൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പ്രൈവറ്റ് റീഡിങ് വേണമെങ്കിൽ കോണ്ടാക്റ്റും ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് സ്പ്രെഡിലോട്ട് പോവാം അല്ലേ. 9 കപ്പ് സ്വപ്ന സാക്ഷാത്കാരം. അപ്പോൾ ആരുടെയൊക്കെ സ്വപ്നങ്ങൾ പൂവണിയാൻ പോകുന്നുണ്ട്. ചില ആളുകൾ യാത്രയിലാണ്. ഹെർമിറ്റ്. 7 കപ്പ്. ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ സിംഗിൾസ് ആവാം. കിങ് ബാൻഡ് കുറച്ച് തണ്ടുള്ള ആളാണ്. മജീഷ്യൻ. അപ്പോൾ എന്തൊക്കെ മിറാക്കിൾ പ്രണയത്തിൽ സംഭവിക്കാൻ പോകുന്നുണ്ട്. പേജ് വാണ്ട്. അതൊരു സത്യസന്ധമായ പ്രണയമല്ല. പെട്ടെന്ന് പ്രണയം തോന്നുകയും അപ്പം തന്നെ അത് ഇല്ലാതാവുകയും ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. 2 സോട്സ് എന്ന് വെച്ചാൽ 2 ഓപ്ഷനാണ്. ക്യൂൻ സോട്സ് എന്ന് വെച്ചാൽ കുറച്ച് നിയന്ത്രിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ കുറച്ച് പിടിവാശിയുള്ള ആളായിരിക്കാം. ഇനി വന്നിരിക്കുന്നത് ഡെത്ത് കാർഡാണ്. നമുക്ക് പോവാം റീഡിങ്ങിലേക്ക്. നിങ്ങളുടെ പാർട്ട്ണർ ഒരു യാത്രയിലാണ് എന്നാണ് ഹെർമിറ്റ് പറയുന്നത്. കിങ് വാണ്ട് കുടുംബത്തോടൊപ്പമുള്ള യാത്രയായിരിക്കാം. അച്ഛനും അമ്മയൊക്കെ ആയിട്ടുള്ള യാത്രയായിരിക്കാം. വിവാഹിതരാവാം, അവിവാഹിതരാവാം. ആരായാലും യാത്രയിലാണ്. അപ്പോൾ നിങ്ങളുടെ കൂടെ ഇല്ലല്ലോ, അതുകൊണ്ടാണല്ലോ നിങ്ങളിത് കാണുന്നത് അല്ലേ. ബ്രേക്കപ്പോ നോ കോണ്ടാക്റ്റൊക്കെ ആയ ആൾക്കാരായിരിക്കും ഇത് കാണുന്നുണ്ടാവുക. ഇനി ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്. ചില കാര്യങ്ങൾക്കൊക്കെ ഒരു അവസാനമാണ് വന്നിരിക്കുന്നത്, എൻഡിങ്. മറ്റൊന്ന് റീബർത്താണ്, പുതിയ തുടക്കം. അപ്പം നിങ്ങളുടെ തന്നെ പ്രണയത്തിൽ പുതിയ തുടക്കം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കുറച്ച് കലഹിച്ച് കഴിഞ്ഞവരാണെങ്കിൽ സ്നേഹത്തിലേക്ക് മാറും. സ്നേഹത്തിൽ കഴിഞ്ഞവരാണെങ്കിൽ കലഹത്തിലേക്ക് മാറും കേട്ടോ. രണ്ടും പറയാറ്, പോസിറ്റീവും നെഗറ്റീവും. ഇവിടെ 7 കപ്പ് വന്നിട്ടുണ്ട്. ഒരുപാട് ഓപ്ഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. സിംഗിൾസ് ആവാം. കല്യാണ ആലോചനയൊക്കെ നടക്കുന്ന സമയമാവാം. പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ ഒരുപാട് പേര് വന്ന് പെണ്ണ് കണ്ടു പോയിട്ടുണ്ടാവും. എങ്കിലും നിങ്ങളുടെ മനസ്സിലൊരു പ്രണയം ഉണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ കാണുന്നത്. അതാണ് 7 കപ്പ് പറയുന്നത്. 9 കപ്പ് എന്ന് വെച്ചാൽ സ്വപ്ന സാക്ഷാത്കാരാണ്. പ്രണയത്തിലാവാം, അല്ലെങ്കിൽ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സ്വപ്നം പൂവണിയായിരിക്കാം. ചെറുപ്പക്കാരാണെങ്കിൽ ഒരു വാഹനം വാങ്ങണം എന്ന സ്വപ്നമാവാം, ജോലി കിട്ടണം എന്ന സ്വപ്നമാവാം, ഇന്ത്യക്ക് വെളിയിൽ പോകണം എന്ന സ്വപ്നമാവാം, കാമുകിയെ തന്നെ വിവാഹം കഴിക്കണം എന്ന സ്വപ്നമാവാം. അപ്പം നിങ്ങളുടെ സ്വപ്നം എന്തായാലും അത് പൂവണിയാൻ പോകുന്നു എന്നാണ് 9 കപ്പ് പറയുന്നത്. മജീഷ്യൻ പറയുന്നത് ഒരു മിറാക്കിൾ സംഭവിക്കാൻ പോകുന്നു എന്നാണ്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന എന്തോ ഒരു നല്ല സംഭവം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നാണ് മജീഷ്യൻ പറയുന്നത്. ഇനി 2 സോട്സാണ്. അത് 2 ഓപ്ഷൻ നിലവിലുണ്ട്. ഒരുപാട് ഓപ്ഷൻ ഉണ്ട്, പക്ഷെ 2 ആളെ ചൂസ് ചെയ്തിട്ടുണ്ട് എന്നാണ് 2 സോട്സ് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ പങ്കാളിയും തമ്മിൽ ബാലൻസിങ് ഇല്ല എന്നാണ് പറയുന്നത്. 2 പേർക്കും 2 അഭിപ്രായമായിരിക്കാം. ഇനി പേജ് വാണ്ട് പറയുന്നത് പെട്ടെന്ന് പ്രണയം തോന്നിയിട്ട് അതുപോലെ തന്നെ വേണ്ട എന്ന് തോന്നുന്നതും പേജ് വാണ്ട് പറയുന്നുണ്ട്. അപ്പം നിങ്ങളുടെ പങ്കാളിക്ക് പെട്ടെന്ന് പ്രണയം തോന്നിയിട്ട് നിങ്ങളോട് ഇഷ്ടം തോന്നി, ഇഷ്ടമാണെന്ന് പറഞ്ഞു, അപ്പം തന്നെ അയാൾ അതിൽ നിന്ന് പിൻവാങ്ങുക. ഇത് ശരിയാവില്ല, ഇത് വേണ്ടെന്ന് വയ്ക്കുക.
ഇതൊക്കെയാണ് സിംഗിൾസിൻ്റെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങൾ. അതാണ് പേജ് 1 പറയുന്നത്. എന്ന് വെച്ചാൽ ഒരാളെ സെലക്ട് ചെയ്തു, ചിലപ്പോൾ എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും, അപ്പം തന്നെ ഇവർക്ക് അത് വേണ്ടെന്ന് തോന്നുക. അതാണ് പേജ് 1 പറയുന്നത്. ഇഷ്ടവും അനിഷ്ടവും ഒരേ സമയം തോന്നുന്ന അവസ്ഥയാണ് പേജ് 1 കാണിച്ചിരുന്നത്. ഇനി കിങ് പെൻഡക്കളാണ്. അത് അടിത്തറയുള്ള കുടുംബമാണ്, നല്ല കാശുകാരാണ് എന്നാണ് പറയുന്നത്. നിങ്ങളാവാം, നിങ്ങളുടെ പാർട്ട്ണറാവാം, നല്ല പണക്കാരാണ് എന്ന് പറയുന്നുണ്ട്. ഇനി ക്യൂൻ സോഡ്സാണ്. അത് പറയുന്നത് കുറച്ച് ബുദ്ധി കൂർമ്മത ഉള്ള ആളാണ് എന്നാണ്, നിങ്ങളോ നിങ്ങളുടെ പാർട്ട്ണറോ. ഇവിടെ രണ്ടാളുടെ എനർജി വരും. കുറച്ച് ആലോചനാശക്തി കൂടുതലായിരിക്കും ഇവർക്ക്. ഇവരെ അത്ര പെട്ടെന്നൊന്നും ആർക്കും പറ്റിക്കാൻ പറ്റില്ല. അതാണ് ക്യൂൻ സോഡ്സ് പറയുന്നത്. അപ്പോൾ നല്ല ആലോചനയുള്ള ആൾക്കാർ ഇതിലൊരാളുണ്ട്. നിങ്ങളായിരിക്കാം, നിങ്ങളുടെ പങ്കാളിയായിരിക്കാം. മറ്റൊന്ന് പറയുന്നുണ്ട് ഒരുപാട് ഓപ്ഷൻ ഉണ്ടെന്ന്. നിങ്ങൾക്കാണോ നിങ്ങളുടെ പങ്കാളിക്കാണോ എന്നറിയില്ല, ചിലപ്പോൾ നിങ്ങൾക്കും ആവാട്ടോ. കല്യാണം കഴിഞ്ഞ ആൾക്കാർക്കും ഓപ്ഷൻ ഉണ്ട്. അതൊരു നെഗറ്റീവായിട്ടുള്ള മെസ്സേജാണ്. ഭർത്താവിനോ ഭാര്യയ്ക്കോ മറ്റൊരു ഓപ്ഷൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ കുടുംബം കലങ്ങിയെന്ന് തന്നെയാണ് അർത്ഥം. അങ്ങനെ കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. കാരണം ലിബ്രയാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ കാരണമായിട്ട് പറയുന്നത് ഭാര്യയും ഭർത്താവും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് എന്നാണ്. ഹൃദയം തുറന്ന് സംസാരിക്കുന്ന ഒരു സ്വഭാവമല്ല, എല്ലാം ഹൈഡ് ചെയ്യുന്ന സ്വഭാവമാണ്. അതുകൊണ്ടാണ് ബാലൻസിങ്ങിൻ്റെ പ്രശ്നം വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് മറ്റൊരാളോട് ഇഷ്ടം തോന്നിയിരിക്കുന്നത്. ആ ഇഷ്ടം പേജ് 1 പോലെയാണ്. പെട്ടെന്ന് തോന്നുകയും പെട്ടെന്ന് ഇല്ലാതാവുകയും ചെയ്യുന്ന ഒരു ഇഷ്ടമാണ്. അപ്പോൾ ഇത് മുന്നോട്ട് പോകുന്നൊരിഷ്ടമല്ല കേട്ടോ. നിങ്ങളുടെ പങ്കാളിക്ക് മറ്റൊരാളോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിലും അത് ചിലപ്പോൾ നിങ്ങളോടുള്ള വൈരാഗ്യം കൊണ്ടുള്ള ഇഷ്ടമായിരിക്കും. ഇവിടെ ഡെത്ത് കാർഡ് വന്നതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് എന്താ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് വെച്ചാൽ നിങ്ങളുടെ നെഗറ്റിവിറ്റി മുഴുവൻ കളയാനാണ്. അതാണ് ഡെത്ത് സംഭവിക്കേണ്ട കാര്യങ്ങൾ. മുൻകോപം ഉണ്ടാവും, അല്ലെങ്കിൽ നെഗറ്റീവായ പല സ്വഭാവങ്ങളും നിങ്ങൾക്കുണ്ടാവും. ആ നെഗറ്റിവിറ്റിയൊക്കെ കളഞ്ഞ് പോസിറ്റീവായി ഇരിക്കണമെന്നാണ് പറയുന്നത്. ഒന്ന്, നിങ്ങൾക്ക് അമിതമായ ദേഷ്യമുണ്ട്. അതാണ് കിങ് വാൾഡ് പറയുന്നത്. മറ്റൊന്ന്, നിങ്ങൾക്ക് ഒരുപാട് പേരെ ചൂസ് ചെയ്യുന്ന സ്വഭാവമുണ്ട്. അത് കളയണം. മറ്റൊന്ന്, മദ്യപിക്കുന്നതോ പുകവലിക്കുന്നതോ ആയ സ്വഭാവമുണ്ട്. അത് കളയണം. പെട്ടെന്ന് ഇഷ്ടം തോന്നുകയും പെട്ടെന്ന് അനിഷ്ടം തോന്നുകയും ചെയ്യുന്ന സ്വഭാവം നല്ലൊരാൾക്ക് ചേർന്നതല്ല. അത് കളയണം. അങ്ങനെ ഒരുപാട് നെഗറ്റിവിറ്റി നിങ്ങൾക്ക് കളയാനുണ്ട്. എന്നിട്ട് വേണം പ്രണയത്തിലൊരു റീബർത്ത് ഉണ്ടാവാൻ എന്നാണ് ഡെത്ത് കാർഡ് പറയുന്നത്. ഇനി ഡെത്ത് കാർഡ് തരുന്ന മറ്റൊരു സന്ദേശം, നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പരിസരത്തോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്കോ ഒരു വിയോഗം സംഭവിക്കാൻ സാധ്യതയുണ്ട്. പ്രായമായി രോഗിയായിട്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിലേ, അതാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ പറയുന്നുണ്ട്. വിയോഗം കേൾക്കും, മരണം കേൾക്കും എന്നൊക്കെ പറയുന്നുണ്ട്. യാത്രകൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കുടുംബത്തോടൊപ്പം അല്ല ഇവിടെ തനിച്ചുള്ള യാത്രകളാണ് പറയുന്നത്. നിങ്ങളുടെ പങ്കാളിയായിരിക്കുക യാത്ര ചെയ്യുന്നുണ്ട്. മറ്റൊന്ന് പറയുന്നത് മജിഷ്യനാണ്. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ വരാൻ പോകുന്നുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ പെട്ടെന്ന് സംഭവിക്കാൻ പോകുന്നുണ്ട് എന്ന് പറയുന്നത്. അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നൊരു ഗിഫ്റ്റായിട്ട് കണക്കാക്കുക. അങ്ങനെ എന്തോ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുണ്ട്. അതാണ് മജിഷ്യൻ പറയുന്നത്. 9 കപ്പ് എന്ന് വെച്ചാൽ നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നു എന്ന് തന്നെയാണ്. ഇനി പറയുന്നത് അടിത്തറയുള്ള കുടുംബമാണ്. കുറച്ച് കൂർമ്മ ബുദ്ധിയുണ്ട്. അത് നല്ലതാണ്. നല്ല ചിന്താശക്തിയും ആലോചനയൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും. കുറച്ച് തണ്ടുള്ള ആൾക്കാരായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു തേർഡ് പാർട്ടിയുടെ അടുത്തേക്ക് നിങ്ങളുടെ പങ്കാളി പോയിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചു വരുമെന്ന് തന്നെയാണ് പേജ് 1 പറയുന്നത്. അതായിരിക്കും നിങ്ങൾക്ക് സംഭവിക്കുന്ന മിറാക്കിൾ. എൻ്റെ പങ്കാളി പോയി എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ അവരതിൽ നിന്ന് തിരിച്ച് നിങ്ങളിലേക്ക് വരികയായിരിക്കുക. അതാണല്ലോ പ്രണയത്തിലെ മിറാക്കിൾ. അപ്പോൾ നമ്മൾ പ്രണയവായനയാണല്ലോ നടത്തുന്നത്. മറ്റൊന്നും നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ. വേറുള്ള കാര്യങ്ങൾ പറയാനാണ് എനിക്കിഷ്ടം. നിങ്ങൾ താഴെ കമൻറ്റ് ഇട്ടാൽ മതി. നിങ്ങൾക്ക് സാധാരണ ഒരു റീഡിംഗ് ആണോ വേണ്ടത്, നിങ്ങളുടെ ഇന്നത്തെ ദിവസം അങ്ങനത്തെ റീഡിംഗ് ആണ് വേണ്ടതെങ്കിൽ അത് ഞാൻ തരും കേട്ടോ. അല്ല ലവ് റീഡിംഗ് ആണ് വേണ്ടതെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. കാരണം ഇത് നിങ്ങളുടെ ചോയ്സാണല്ലോ. ഇത് നമുക്ക് മാലാഖയുടെ മെസ്സേജ് നോക്കാം. ഹൃദയം തുറന്ന് സംസാരിക്കുന്നില്ല എന്ന് തന്നെയാണ് മാലാഖ പറയുന്നത്. റൊമാൻറ്റിക് ഫീലിങ്സ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. വെഡ്ഡിങ് ചിലപ്പോൾ കല്യാണം കഴിഞ്ഞവരായിരിക്കും, അല്ലെങ്കിൽ കല്യാണം കഴിയാൻ പോകുന്നവരായിരിക്കും. ഫോർഗീവ് ചെയ്യാനാണ് പറയുന്നത്. സോൾമേറ്റാണ് നിങ്ങളുടെ
എൻഗേജ്മെൻറ്റ്. അപ്പോൾ എൻഗേജ്മെൻറ്റും കല്യാണം വന്നിട്ടുണ്ട്. അതിന് കാത്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടാവും. റിലീജിയൻ ഫാക്റ്റ് വന്നിട്ടുണ്ട്. 2 ജാതി 2 മതമാണോ നിങ്ങൾ? ഇതൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മാലാഖ. എൻഗേജ്മെൻറ്റ് വന്നിട്ടുണ്ട്, കല്യാണം വന്നിട്ടുണ്ട്. അപ്പോൾ വിവാഹ നിശ്ചയം കഴിഞ്ഞ് കല്യാണത്തിന് കാത്തിരിക്കുന്നവർക്ക് സമയമായിട്ടുണ്ടാവാം. അല്ലെങ്കിൽ അതാണ് സ്വപ്നമെങ്കിൽ അത് സാക്ഷാത്കരിക്കപ്പെടുമെന്നാണ് 9 കപ്പ് പറയുന്നത്. എൻ്റെ പാർട്ട്ണർ എന്നെ കല്യാണം കഴിക്കണമെന്ന് സ്വപ്നം കാണുന്ന പെൺകുട്ടികളോ ആൺകുട്ടികളോ ഉണ്ടെങ്കിൽ അത് നടക്കുമെന്നാണ് 9 കപ്പ് പറയുന്നത്. കാരണം നിങ്ങളുടെ സോൾമേറ്റ് തന്നെയാണ് അത് എന്ന് പറയുന്നുണ്ട്. 2 ജാതി 2 മതമാണെങ്കിലും അത് നടക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ഹൃദയം തുറന്ന് സംസാരിക്കാനാണ് പറയുന്നത്. ഒന്ന് മനസ്സിൽ വെച്ച് പെരുമാറരുത് കേട്ടോ, അത് പറയുന്നുണ്ട്. ഇനി നിങ്ങളുടെ സോൾമേറ്റാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി പറയുന്നത് ഫോർഗീവ് ചെയ്യാനാണ്. അപ്പോൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തെറ്റിലേക്ക് പോയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഈ പേജ് വേർഡ് പറയുന്നുണ്ടല്ലോ, പെട്ടെന്ന് മറ്റൊരാളോട് ഇഷ്ടം തോന്നുക, അതേപോലെ തന്നെ അനിഷ്ടം തോന്നുക, അങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കാനാണ് പറയുന്നത്. കാരണം അവരുടെ അറിവില്ലായ്മയായിട്ട് കണക്കാക്കുക, അത്രേ ഉള്ളൂ. അതിന് വേറെ പ്രശ്നമൊന്നുമില്ല. ഇനി റൊമാൻറ്റിക് ഫീലിങ്സ് ധാരാളമുണ്ട് നിങ്ങളുടെ പാർട്ട്ണർക്ക് നിങ്ങളോട്, അത് പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ പിണങ്ങി അകന്ന് കഴിയുന്നവരൊക്കെ നിങ്ങളുടെ പങ്കാളി യാത്രയിലാണ് എന്ന് മനസ്സിലാക്കുക. എല്ലാവരുടെ കാര്യമല്ല കേട്ടോ. 1000 പേര് കാണുന്നുണ്ടെങ്കിൽ ഒരാളായിരിക്കും അങ്ങനെ യാത്ര ചെയ്യുന്നുണ്ടാവുക. ഡെത്ത് സംഭവിക്കണം എന്ന് പറയുന്നുണ്ട്. അത് നിങ്ങളുടെ നെഗറ്റിവിറ്റിക്കാണ് ഡെത്ത് സംഭവിക്കേണ്ടത്. അപ്പോൾ നന്നല്ലാത്ത സ്വഭാവങ്ങളൊക്കെ ഉപേക്ഷിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇനി കല്യാണം കഴിയില്ല എന്ന് വിചാരിച്ച 2 മതം 2 ജാതിയിൽപ്പെട്ട പ്രണയികൾക്ക് അത് നടക്കുമെന്ന് പറയുന്നുണ്ട്. എൻഗേജ്മെൻറ്റ് നടക്കും, വിവാഹം നടക്കുമെന്ന് പറയുന്നുണ്ട്. അതൊരു സന്തോഷ വാർത്തയാണ്. ഫോർഗീവ് ചെയ്യാൻ പറയുന്നുണ്ട് ചില ആൾക്കാരോട്. അപ്പോൾ നിങ്ങളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട് ഇണകളെങ്കിൽ അവരോട് ക്ഷമിക്കൂ, എന്നിട്ട് മുന്നോട്ട് പോകൂ എന്ന് പറയുന്നുണ്ട്. ഹൃദയം തുറന്ന് സംസാരിക്കാൻ പറയുന്നുണ്ട്. നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് എന്ന് പറയുന്നുണ്ട്. ഒരുപാട് ഓപ്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് ചില ആൾക്കാരോട് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇനി മുതൽ രാവിലെയുള്ള ഏഞ്ചൽ ഗൈഡൻസ് ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഞാൻ തരിക. അതുപോലെ പിന്നീടുള്ള വീഡിയോ എന്ന് വെച്ചാൽ കാർഡ് എടുത്തിട്ടുള്ള റീഡിങ് രാത്രി 8 മണിക്കായിരിക്കും തരിക കേട്ടോ. അപ്പോൾ സമയം മനസ്സിലായില്ലേ? അതേപോലെ തന്നെ എല്ലാ ദിവസവും ഇടാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് ഞാൻ തരിക. അപ്പോൾ സെർച്ച് ചെയ്ത് കാണുക. അപ്പോൾ ഈ സബ് ചെയ്തവർക്കൊക്കെ നോട്ടിഫിക്കേഷൻ വരികയായിരിക്കാം. ഇതൊക്കെയാണ് പറയാനുള്ളത്. സപ്പോർട്ട് ചെയ്യൂ കേട്ടോ.